സ്വന്തമായിട്ട് ഡോർ അടച്ചുകൊണ്ട് രേണുസുതി ഇതാ പോകുന്നു. ബൈ ബൈ. പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷം. പ്രേക്ഷകരോട് പറഞ്ഞിട്ട് ഇനി വയറ് കണ്ടിട്ട് അങ്ങനത്തെ ഓക്കെ. പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷം. വീടല്ലേ നമ്മുടെ സ്വന്തം കാറിൽ നമ്മൾ സ്വന്തം കൈയോട് ഡോറ് തുറന്നിട്ട് കയറി ഇരുന്നിട്ട് സ്വന്തം കൈയോട് വലിച്ചടക്കലല്ലാണ്ട് പിന്നെ നമ്മളെ സ്വന്തം വണ്ടിയിൽ ഡോറ് തുറന്നു തരാൻ വേറെ ആരെങ്കിലും വരും? ഓരോന്ന് സുതി ഇതെന്ത് വർത്താനം പറയുന്നത്? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ താൻ വലിയ മികച്ചൊരു നടിയായിരിക്കണം, എന്നാൽ നിങ്ങൾ ഡോറ് തുറന്നു തരാൻ ഒരാളെ കിട്ടും. അയ്യോ രേണു സുതിയുടെ തമാശ കേട്ടിട്ട് ചിരിക്കാൻ വയ്യ. നിൻ്റെ വയറ് മാത്രമൊന്നുമല്ല, നിൻ്റെ എല്ലാം കണ്ടിന് പ്രേക്ഷകർ ഇനൊന്നും കാണാൻ ബാക്കിയില്ല. എല്ലാ കോമാളിത്തരം അവർ കണ്ടതാണ്. അതുകൊണ്ട് ഇനി എങ്ങനെ ചെയ്താലും വൈറലാന്ന് വൈറൽ. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. എന്ത് അഭിമുഖം നടത്തുമ്പോൾ ഏത് രീതിയിൽ നടത്തിയാലും അത് രേണുസുധീൻ്റെ ഒരു എന്താ പറയുക വൈറലായ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അല്ലാണ്ട് പ്രേക്ഷകർ ഇനിയിപ്പം നിൻ്റെ വയറ് കണ്ടിട്ട് എന്ത് പറയാൻ? നീ ഇപ്പം ധരിക്കുന്ന വേഷം, ആ ഓരോരോ ഉടുപ്പുകൾ, അതെല്ലാം എത്രയും മുട്ടിന് നമ്മളെ കാൽമുട്ടിന് ഉയരത്തിലാണ് നീ ഓരോ വേഷങ്ങൾ ധരിക്കുന്നത്. അതിനൊരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയ ആകുമ്പോൾ നെഗറ്റീവ് കമൻറ്റൊക്കെ ഉണ്ടാവും. അതെല്ലാം പരിഗണിക്കുക, അത്ര തന്നെ. അതെല്ലാം സഹിക്കാനുള്ള മനഃശക്തി എന്തായാലും താങ്കളുടെ മനസ്സിന് വേണം. എന്നിട്ട് മാത്രമേ ഇങ്ങനത്തെ ഓരോ വേഷങ്ങളും കോപ്രായങ്ങളും കെട്ടാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ അഭിനയിക്കുന്ന ആ ഒരു അഭിനയം കണ്ടിട്ട് എല്ലാവരും പോസിറ്റീവായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. കാരണം പൊതുജനം പല വിധമാണ്. അത് പല വിധം എന്ന് പറഞ്ഞാൽ പല വിധം. അത് എന്തായാലും എല്ലാം സഹിക്കാനുള്ള ശക്തി നമ്മൾക്ക് വേണം. ആ സഹിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടായാൽ മാത്രമേ